ഉണക്കാമെന്ന് കരുതി അതിനെ കൊണ്ടുപോയി വിരിച്ചു വിട്ടു. ഉണങ്ങി നല്ല പപ്പടം പോലെ കിടപ്പുണ്ടായിരുന്നു. ആ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്തിട്ടും വന്നു. അങ്ങനെ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു. ഞാൻ കുറച്ച് ബിരിയാണി എടുത്ത് ചൂടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കുരുമുളകും കൂടി എക്സ്ട്രാ. നല്ല ലഡു 4 ലഡു 45 രൂപ. സോ അതുകൊണ്ട് വില കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. എന്ത് ചെയ്യാനെന്ന് നോക്കണേ, സമയം മോശമാകുമ്പോൾ എങ്ങനെയും വരുമോ. ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രീ ടൈമൊക്കെ ഞാൻ ഇങ്ങനെ മഴ മേഘങ്ങൾ എത്ര ദിവസത്തിന് വരുമ്പോൾ ഓഫ് ബ്യൂട്ടിഫുൾ. ഇത് അടിപൊളി കേട്ടോ, വിലയാണ്. അപ്പോൾ കണ്ണും മൂക്കും വായുവുള്ള ബിസ്ക്കറ്റാണത്. ഹെൽത്തി ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡയറ്റിംഗ് അല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. നവംബർ 30-30 തീയതി നവംബർ. ബേ ലീഫൊക്കെ കിടക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് തെറ്റാതെ ചെയ്യണോണ്ട് എരിവ് അതിന് കുറച്ച് കുറവാണ്. ഉപ്പ് മാത്രം അവൻ ഒരല്പം കൂട്ടിയിടും, കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കൂട്ടിയിടും. എരിവൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ ചെയ്യില്ല. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഇനി ഇതിൽ പൊടികളൊന്നും ഇട്ട് കൊള്ളാക്കണ്ടെന്ന് കരുതി കുറച്ച് കുരുമുളക് മാത്രം ഇട്ട് ചൂടാക്കി. എന്നിട്ട് എനിക്ക് മഴയാണ് ഇഷ്ടം, മഴയും മഴ മൂടിയ ക്ലൈമറ്റും. പക്ഷേ ഇന്ന് വെയിൽ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം, കാരണം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല വെയിൽ കാണുന്നത്. തലാരിയും വെച്ച ഇതുമൊക്കെ, അരി സവോള ഇതൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ. നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടുത്തെ കടകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ലാഭം അവിടെ നിന്ന് ബൾക്കായിട്ട് 5 കിലോ 6 കിലോ വാങ്ങിച്ചപ്പോഴായിരുന്നു. 1 കിലോ വാങ്ങിച്ചാലും അതേ പ്രൈസ് ലാഭം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്നാക്സൊക്കെ ഒരേ വിലയാണ്, കുറച്ച് വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ 70 രൂപയുടെ സിൽക്ക് 67 രൂപ അങ്ങനത്തെ ഓഫറൊക്കെ ഉണ്ട്. ഓഫറല്ല, അവരങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് മാറ്റിയിട്ടുണ്ട്, കാരണം അമ്മയുടെ ഫുൾ വഴക്കും അതിലുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ അരിയും സവോളയൊക്കെ, ഏതോ ഒരു അരി 7 രൂപയുടെ വ്യത്യാസം എന്തോ ഉണ്ട്. നമ്മളിവിടെ അടുത്തുനിന്ന് വാങ്ങുന്ന കടയും അതും തമ്മിൽ, ഒരു മാർജിൻ ഫ്രീന്ന് വാങ്ങുന്നതും അതും തമ്മിൽ 7 രൂപയുടെ, 1 കിലോയ്ക്ക് 7 രൂപയുടെ വ്യത്യാസം. അപ്പോൾ നമ്മൾ 5 കിലോ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമായി? അരിയാണോ സവോളയാണോ എന്ന് ഓർമ്മയില്ല. അരി 13 രൂപയുടെ എന്തോ വ്യത്യാസം, 10-13 രൂപയുടെ വ്യത്യാസം. സവോള 1 കിലോയ്ക്ക് 7 രൂപയുടെ വ്യത്യാസമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ അങ്ങ് സന്തോഷമായി, അതായത് വിഷമം അങ്ങ് മാറി. കാരണം ഇത്രയും സാധനം ഞങ്ങൾ വാങ്ങിച്ചിടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അത് അൺഹെൽത്തിയാണ്, അതിൻ്റെ കൂടെ കാശും പോയില്ലേ. അപ്പോൾ അമ്മ എല്ലാം വാങ്ങി തരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ വഴക്ക് പറഞ്ഞിട്ട് വിഷമമില്ല, കാരണം അതിന് വേണ്ടി പിന്നെ അമ്മ വാങ്ങിത്തരും. ഞാനേട്ടാ നല്ല യമ്മി സ്ലൈസ് എപ്പോഴൊന്നും വാങ്ങിക്കില്ല, അൺഹെൽത്തി ഭയങ്കര മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊന്നും വാങ്ങിക്കില്ല, ഇതുപോലെ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വാങ്ങിക്കും. ഇപ്പോൾ എന്തായാലും കഴിക്കാൻ പോയിട്ട് ഇപ്പോൾ തന്നെ 11:30 ആയി. നല്ല ലഡു 4 ലഡു 45 രൂപ. സോ അതുകൊണ്ട് വില കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ലഡു സൂപ്പർ. എന്ത് ചെയ്യാനെന്ന് നോക്കണേ, സമയം മോശമാകുമ്പോൾ എങ്ങനെയും വരുമോ. അല്ലാതെ നടക്കുന്നില്ല. ഞാൻ ദിവസം കഴിച്ച് ഫ്രൂട്ടിയൊക്കെ കുടിച്ചുകൊണ്ട് നല്ല മഴമേഘമല്ല, നല്ല മഞ്ഞ് പോലത്തെ മേഘം ഉണ്ട്. അത് ആസ്വദിക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആവില്ല, എന്നാലും ബ്യൂട്ടിഫുൾ. അമ്മേ ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രീ ടൈമൊക്കെ ഞാൻ ഇങ്ങനെ മഴ മേഘങ്ങളും ഇത്തരം മേഘങ്ങളും അതിൽ ഓരോ ഷേപ്പൊക്കെ, അർത്ഥങ്ങൾ, അക്ഷരങ്ങൾ, വാക്കുകൾ, ഷേപ്പുകൾ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. അല്ലാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, കാരണം ഫോണിൽ കൂടി നോക്കുന്നതിനെക്കാട്ടും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ മൊമെൻ്റ് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ അമ്മ. എനിക്ക് അത്ഭുതം തോന്നണം, എന്തോ അനുഗ്രഹം പോലെയൊക്കെ തോന്നുന്നു. ആ ടോപ്പിൽ കുറേ പരുന്ത് പറക്കുന്നുണ്ട്, സൂം ചെയ്ത് നോക്കാം.
എഡിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിശന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറേ സ്നാക്സ് വാങ്ങിച്ചത്. കുറേ ദിവസം എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി ഒരുമിച്ചിരുന്നു ഡംപ് ചെയ്ത് വീഡിയോ കിടക്കുന്നുണ്ട്. സ്റ്റോറേജ് ഇല്ല. ഇപ്പോൾ തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ, എഡിറ്റിംഗ് നടക്കണില്ല എന്നുള്ള അവസ്ഥയായി. പക്ഷെ ലഡു അടിപൊളി കേട്ടോ, വിലയാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. തലവേദന എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യും. SPR സീരിയലുണ്ടല്ലോ, അത് കുറേ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് കുറേ കണ്ടു തീർക്കുവാണ്. കുറച്ച് എപ്പിസോഡ്സൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതൊക്കെ അടിച്ചടിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നത്. നമ്മൾ അടിച്ചടിച്ച് കളഞ്ഞെന്ന് പറയും, സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ കണ്ട് തീർക്കുവാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാമല്ലോ, അപ്പോൾ സ്പേസ് കിട്ടും. ഇത് ചിക്കൻ കാലാണ്. ഞാൻ ഇന്നലെ വെച്ച ബിരിയാണിയിൽ ആദ്യത്തെ കാലാണ് കേട്ടോ കഴിക്കുന്നത്. 2 ചേട്ടൻ കഴിച്ചു, ഒരെണ്ണം ചേട്ടൻ കഴിച്ചു, 1 ചേച്ചി കഴിച്ചു, 1 വേറെ ആരോ കഴിച്ചു. നമ്മളല്ലാണ്ട് വേറെ കഴിച്ചവർ കഴിച്ചു. പിന്നെ കുറേ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇത് തന്നെ കഴിക്കുവാണ്. എല്ലാവരും കൂടി എടുത്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം പറയണമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഫ്ലൈറ്റൊക്കെ പോകുവേ. അപ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കിയപ്പോഴേ വീടിൻ്റെ സാധാരണ നോർമലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകാശം, സ്റ്റാർ, ലൈറ്റ്, മേഘങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റിൽ കയറാത്തത് കൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി എല്ലാത്തിലും കയറാൻ. എൻ്റെ പേടിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയും എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. അത്രയ്ക്ക്, അതായത് എല്ലാം ഫോബിയ എന്ന് പറയില്ല, എനിക്ക് ഫോബിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോബിയ പേടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ അത് കണക്കാക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞ് നമ്മൾ പേടിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾ ഹിന്ദി സീരിയലൊക്കെ കാണുമെങ്കിൽ അറിയാം, അതിൽ പറയും ഖുഷി, സ്പെയറിലെ ഖുഷി, അല്ലെങ്കിൽ എല്ലാ സീരിയലിലും അങ്ങനെയൊക്കെ തന്നെ. അവർക്ക് ലൈറ്റ് ഇരുട്ട് പേടിയാണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ സീരിയൽ കാണുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് അത് കറക്റ്റായിട്ട്. അല്ലെങ്കിലും അപ്പോൾ ഞാൻ ആ സെൻസിലെടുക്കും. ആ സീരിയലിലെ ഹീറോയിനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. ആ രീതിയിൽ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിലേ തൊട്ടുള്ള പേടിയാണ്. വേണമെങ്കിൽ നമുക്കത് മാറ്റാം, പക്ഷേ ഞാൻ പതിയെ മാറ്റാമെന്ന് കരുതിയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ചൊരു ചൈൽഡിഷ് അങ്ങനെ ഒരിതാണ്. എന്നുവെച്ചാൽ ചൈൽഡിഷാണോ ചൈൽഡ് ലൈക്കാണോ രണ്ടിനും ഒന്നാണ്. എന്തായാലും ആ ഒരു കുട്ടിത്തുള്ള ആ ഒരു അങ്ങനെ ഒരു നേച്ചറാണ് എനിക്ക്. ഭയങ്കര ദേഷ്യക്കാരിയൊക്കെയാണ്, എന്നാലും ഒരു കുട്ടിത്തുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. നമ്മളെന്തിനാണ് ഒരുപാട് ടെൻഷൻ അടിച്ച്